ഹലോ എവറിബഡി, വെൽക്കം ടു ഡേ 15 ഓഫ് ലെറ്റ്സ് സെലിബ്രേറ്റ് ടുഗദർ. നല്ല ഫീവറും കോൾഡും ആണ്, അതാണ് വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത്. ആൻഡ് യെസ്റ്റർഡേ നമ്മൾ മെഹന്തി നൈറ്റ് സെലിബ്രേറ്റ് ചെയ്ത ആസിയയുടെ നിക്കാഹ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് ബോൾഗാട്ടി പാലസിൽ എത്തിയിരിക്കുന്നത്. ദിസ് ഈസ് ദി ഫൈനൽ ലുക്ക് ഓഫ് സ്റ്റേജ് ആൻഡ് ഡെക്കോസ് ബൈ സ്പാർട്ട്ലെക്സ് ഇവന്റ്സ്. ഇന്നെനിക്ക് 2 പ്രോഗ്രാം ഉള്ളത് കൊണ്ട് തന്നെ ടൈമിങ്ങിന്റെ കാര്യത്തിൽ കുറച്ച് ടെൻഷനായിരുന്നു ഞാൻ. ബട്ട് ലക്കിലി കറക്റ്റ് 10:30 ആയപ്പോൾ തന്നെ ആസിയയുടെ ഗ്രൂം എൻട്രി ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി മൂവ്ഡ് ഓൺ ടു ദി ഒഫീഷ്യൽ നിക്കാഹ് സെറമണി ഓൺ ദി സ്റ്റേജ്. റൈറ്റ് ആഫ്റ്റർ ദി നിക്കാഹ് സെറമണി നമ്മുടെ ക്യൂട്ടസ്റ്റ് ബ്രൈഡ് ആയിട്ടുള്ള ആസിയയുടെ ഗ്രാൻഡ് എൻട്രി ആയിരുന്നു വിത്ത് ഹർ എൻറ്റയർ ഫാമിലി മെമ്പേഴ്സ്. ആൻഡ് ദാറ്റ് വാസ് എക്സ്ട്രാ ഓർഡിനറി. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു വളരെ വൈബുള്ള ഫാമിലിയാണെന്ന്. അതുപോലെ തന്നെ എൻട്രിയും അത്രയും ഗ്രാൻഡ് ആയിരുന്നു. പിന്നീട് നടന്നതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂമെന്റ്സ് ആയിരുന്നു. ആ ഒരു സ്റ്റേജിലേക്ക് ആസ് വെൽ ആസ് അമിൻ ഷായുടെ ലൈഫിലേക്ക് ആസിയെ കൈപിടിച്ച് കയറ്റുന്ന ആ ഒരു അമേസിംഗ് ആയിട്ടുള്ള മൂമെന്റ് ആയിരുന്നു. ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും എൻട്രിക്ക് ശേഷം ഞാൻ എൻറ്റയർ ഫാമിലി മെമ്പേഴ്സ് ഫ്രം ബോത്ത് സൈഡ് ഇൻവൈറ്റ് ചെയ്തു സ്റ്റേജിലേക്ക്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു മാജിക് ആയിരുന്നു. സ്റ്റേജ് ലിറ്ററലി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ഡാൻസ് ഫ്ലോർ. പിന്നെ അമിൻ ഷാ ആസിയക്ക് മഹർ അണിയിച്ചു. അതിനുശേഷം ഗാർലാൻഡ് എക്സ്ചേഞ്ച് ചെയ്തു. അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചടങ്ങുകൾ കൂടി ഉണ്ടായിരുന്നു. പ്രോഗ്രാം നേരത്തെ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ അറൌണ്ട് ഒരു 12:30 ആയപ്പോഴേക്കും എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഡെസേർട്ടൊക്കെ കഴിച്ച് ഐ ഹറി ടു ദി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സെക്കൻഡ് വർക്കിന്റെ ഡീറ്റെയിൽസുമായി നാളെ കാണാം. ഗുഡ് നൈറ്റ് എവറിബഡി.